ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉണ്ടായിട്ടും വാഹനാപകടത്തിൽ കേടുപാട് സംഭവിച്ച കാറിന് ഇൻഷുറൻസ് കമ്പനി മുഴുവൻ ഇൻഷുറൻസ് തുകയും നൽകിയില്ല. നിയമ പോരാട്ടത്തിനൊടുവിൽ മലപ്പുറം പെരുവളൂർ സ്വദേശി മുസ്തഫയ്ക്ക് പണം നൽകാൻ ഉത്തരവായി. മഞ്ചേരി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണലാണ് ഇൻഷുറൻസ് കമ്പനിയോട് ബാക്കി തുക കൂടി നൽകാൻ ഉത്തരവിട്ടത്. 2020 കേസിനാസ്പദമായ സംഭവം. ദേശീയപാതയിൽ കോഴിക്കോട് അഴിഞ്ഞിലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മലപ്പുറം പെരുവള്ളൂർ സ്വദേശി മുസ്തഫയുടെ കാറിൽ മറ്റൊരു കാർ വന്നിടിക്കുകയും കാറിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കാറിന് കേടുപാടുകൾ തീർക്കാൻ 1,94,000 രൂപയാണ് ചിലവ് വന്നത്. ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നുവെങ്കിലും കമ്പനി മുഴുവൻ പണവും നൽകിയില്ല. തുടർന്ന് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. അവർ ക്ലെയിം ചെയ്ത സമയത്ത് ടോട്ടൽ ബില്ല് 1,94,000 രൂപയായിരുന്നു. എന്നാൽ 1,16,000 രൂപ മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി അവർക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ കാരണമായിട്ട് പറഞ്ഞത് ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ച്, അതിന്റെ തേയ്മാനം കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. കമ്പനിയുടെ വാദം എന്ന് പറഞ്ഞത് ഓൾറെഡി ഇവർ എമൗണ്ട് കൊടുത്തിട്ടുള്ളതാണ്, 1,16,000 കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് എമൗണ്ട് കൊടുക്കാൻ അവർ ലയബിൾ അല്ല എന്നതായിരുന്നു അവരുടെ കണ്ടൻഷൻ. മഞ്ചേരി മോട്ടോർ ആക്സിഡന്റ് ക്രൈം ട്രിബ്യൂണലാണ് ബാക്കി തുക കൂടിയായ 80,000 രൂപ കൂടി ഇൻഷുറൻസ് കമ്പനി കാർ ഉടമയ്ക്ക് നൽകാൻ വിധിച്ചത്. നേരത്തെ വന്നിട്ടുള്ള ജോസഫ് വേഴ്സസ് വെങ്കട്രാവു എന്ന കേസിന്റെ വിധി കൂടി അവലംബിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മഞ്ചേരി MACT കോടതി ഇത്തരത്തിലൊരു വിധി പറഞ്ഞിട്ടുള്ളത്. അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ നിയമപരമായി തന്നെ മുന്നോട്ടു പോകണമെന്ന് കാർ ഉടമയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. മീഡിയ 1 മലപ്പുറം.